നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒറ്റ രാത്രി കൊണ്ട് ഒരു കുടുംബത്തിലെ 3 പേരെയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിൽ സ്വന്തം ജ്യേഷ്ഠനെയും ഭാര്യയെയും അവരുടെ 3 വയസ്സുള്ള മകനെയുമാണ് 16 വയസ്സുകാരനായ അനുജൻ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ഈ ദാരുണ സംഭവം അരങ്ങേറിയത്. ഉറങ്ങിക്കിടക്കുകയെന്ന അമിത്, ഭാര്യ രഞ്ജന, മകൻ റയാൻ എന്നിവരാണ് കൗമാരക്കാരന്റെ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. കുടുംബ തർക്കമാണ് ഈ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവം നടക്കുമ്പോൾ മറ്റൊരു മുറിയിലായിരുന്ന പ്രതിയുടെ പിതാവ് അലർച്ച കേട്ടാണ് ഓടിയെത്തിയത്. മുറിയിലെത്തിയ അദ്ദേഹം കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമിത്തിനെയും ഭാര്യയെയും മകനെയുമാണ്. തന്റെ ഇളയ മകൻ കയ്യിൽ മാരകായുധവുമായി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടതായും പിതാവ് പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം ഉടൻ തന്നെ അയൽക്കാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ വൻ സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് വീടിനുള്ളിൽ നടത്തിയ തെരച്ചിലിനൊടുവിൽ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഒളിച്ചിരിക്കുകയെന്ന 16-കാരനായ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ പക്കൽ നിന്നും കൃത്യത്തിന് ഉപയോഗിച്ച് രക്തം പുരണ്ട മൂർച്ചയേറിയ ആയുധവും പോലീസ് സംഘം കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിയുടെ പിതാവ് നൽകിയ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധരും പോലീസും ചേർന്ന് കുറ്റകൃത്യം നടന്ന സ്ഥലം വിശദമായി പരിശോധിക്കുകയും ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രൂരമായി ഈ കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമാക്കാനായി കുടുംബാംഗങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. കൊല്ലപ്പെട്ട അമിത്, രഞ്ജന, 3 വയസ്സുകാരൻ റയാൻ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം തുടർ നടപടികൾക്കായി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പ്രായപൂർത്തിയാകാത്ത പ്രതിയെ നിലവിൽ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും നിയമപരമായ എല്ലാ നടപടികളും കർശനമായി സ്വീകരിക്കുമെന്നും ഗോരഖ്പൂർ പോലീസ് അധികൃതർ വ്യക്തമാക്കി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കുറ്റകൃത്യത്തിന് പിന്നാലെ കൃത്യമായ ലക്ഷ്യം കണ്ടെത്തുന്നതിനായി അന്വേഷണ ഉദ്യോഗസ്ഥർ നിലവിൽ പ്രതികളെ ചോദ്യം ചെയ്യുകയും സാധ്യമായ എല്ലാ കോണുകളും പരിശോധിക്കുകയും ചെയ്തു.